ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചന ഒരു ദുസ്വപ്നം കണ്ട ശേഷം ചാടി എഴുന്നേൽക്കുന്നതാണ്. സച്ചി എന്താണെന്ന് അർച്ചനയോട് ചോദിക്കുമ്പോൾ, സച്ചിയേട്ടാ, നമ്മൾ അന്ന് പോയ ആ അമ്പലമില്ലേ, ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയ ആ അമ്പലത്തിൽ എന്നെ കൊണ്ടുപോകണമെന്നും എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നെന്നും ഒക്കെ തന്നെ അർച്ചന പറയുകയാണ്. അതിനെന്താ, നമുക്ക് നാളെ രാവിലെ തന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രണ്ടുപേരും കുഞ്ഞിനെയും കൊണ്ട് ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നതാണ്. എന്താണെങ്കിലും നിങ്ങൾ കണ്ട ആ സ്വപ്നത്തിൽ ഒരു ദോഷവുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം നടന്നിരിക്കും. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സൂചനകളാണ്. ജനിക്കാൻ പോകുന്നത് ഒരു സാധാരണ കുഞ്ഞായിരിക്കില്ല. ദൈവാനുഗ്രഹമുള്ള ഒരു കുഞ്ഞു തന്നെയായിരിക്കും. ഇത് കേൾക്കുന്ന സച്ചിക്കും അർച്ചനയ്ക്കും സന്തോഷമാവുകയാണ്. ഇന്നത്തോടെ നിങ്ങളുടെ എല്ലാ ദുഃഖത്തിനും പരിഹാരമുണ്ടാകും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഇന്ന് സംഭവിക്കുകയും ചെയ്യും. നന്നായി പ്രാർത്ഥിച്ചോളൂ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി അകത്തേക്ക് പോകുന്നു. അങ്ങനെ അവർ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങാൻ നേരമാണ് ഒരു ഭിക്ഷക്കാരൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. അവർക്ക് പണം കൊടുത്ത് സച്ചിയും അർച്ചനയും മുന്നോട്ട് നടക്കുമ്പോഴാണ് താഴെ താടിയും മുടിയുമൊക്കെ വളർത്തിയ രീതിയിൽ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നത് അവർ കാണുന്നത്. ഇത് കാണുന്ന സച്ചി അർച്ചനയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ അർച്ചന ആ ഭിക്ഷക്കാരന് നേരെ അത് വെച്ച് നീട്ടുകയാണ്. അത് മറ്റാരുമല്ല, ശിവരാമനായിരുന്നു. ശിവരാമനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന സച്ചിയും അർച്ചനയുമാണ് കാണിക്കുന്നത്. ശിവരാമേട്ട എന്ന് അർച്ചന വിളിക്കുമ്പോൾ സച്ചി പറയുകയാണ്, നിങ്ങൾ കാട്ടിൽ ഉപേക്ഷിച്ച കുഞ്ഞാണിത്. ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ കുഞ്ഞിന്റെ അവസ്ഥ എന്തായേനെ? സ്വന്തം കുഞ്ഞിനെ കുറ്റിക്കാട്ടിലെറിഞ്ഞിട്ട് പോയ നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കുകയാ ചെയ്യേണ്ടതെന്ന് സച്ചി പറയുമ്പോൾ ശിവരാമൻ പറയുകയാണ്, അല്ല, ഇതെന്റെ കുഞ്ഞല്ല. ശിവരാമേട്ടൻ എന്താ ഭ്രാന്ത് പറയുകയാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലിരിക്കുന്ന സാക്ഷാൽ ഭഗവാനാണെങ്കിൽ ഇതെന്റെ കുഞ്ഞല്ലെന്ന് ശിവരാമൻ ആണയിട്ട് പറയുന്നു. പക്ഷേ എന്റെ കുഞ്ഞ് നെല്ലിശ്ശേരിയിൽ തന്നെയുണ്ട്. ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. മനസ്സിലായില്ലെന്ന് സച്ചി പറയുമ്പോൾ ശിവരാമൻ പറയുകയാണ്, ആതിരയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞാണ് എന്റെ കുഞ്ഞ്. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എന്റെ തീരുമാനത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് സേതുമാധവൻ ചോദിക്കുന്നു. ഇന്നു മുതൽ അവന്തികയായിരിക്കും കമ്പനിയുടെ ചെയർപേഴ്സൺ. എന്തിനാ ഇപ്പോ ധൃതി പിടിച്ചിങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നും സെക്രട്ടറിയോട് ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്നും സേതു പറയുന്നു. എനിക്കിതിന് സമ്മതമല്ലെന്ന് സ്നേഹ പറയുമ്പോൾ സന്ദീപും തനിക്ക് സമ്മതമല്ലെന്ന് പറയുകയാണ്. തുടർന്ന് ആതിര പറയുകയാണ്, അത് പിന്നെ അച്ഛാ, നന്ദേട്ടന്റെ സമ്മതം കൂടി നമ്മൾ ചോദിക്കണ്ടേ? നന്ദേട്ടന്റെ തീരുമാനം എന്താണെന്ന് എനിക്കും അച്ഛനും നന്നായി തന്നെ അറിയാമെന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുകയാണ്, കഴിഞ്ഞ ദിവസം അവന്തികയെ കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ടത് ഞാനാണ്. എന്നിട്ട് അവിടെ എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ കുടുംബത്തിന്റെ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ഈ കുടുംബത്തെ സമാധാനമായി മുന്നോട്ട് കൊണ്ടുപോകാനും അവന്തികയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ലീഗലായി അവന്തികയെ കമ്പനിയുടെ ചെയർപേഴ്സണായിട്ട് ഞാൻ നിയമിക്കാൻ പോവുകയാണ്. എന്താണെങ്കിലും സച്ചിയേട്ടൻ കൂടെ വരാതെ ഒന്നും തീരുമാനിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ എടുത്ത തീരുമാനം നടന്നേ പറ്റുമെന്ന് തീർത്ത് പറയുകയാണ് സേതുമാധവൻ. മോളെ, നീ ആ രാജഗോപാല് എവിടെ എത്തിയെന്ന് വിളിച്ചു നോക്കാനായി സേതു പറയുമ്പോൾ ഫോണും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അവന്തിക. അതേസമയം അനഘ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആതിരയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന അവന്തിക സച്ചിയും അർച്ചനയും ഒരുമിച്ച് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. സച്ചിയും അർച്ചനയും ദേഷ്യത്തോടെ അവന്തികയെ നോക്കുന്നു. തുടർന്ന് അർച്ചന കുഞ്ഞുമായി ആദ്യം തന്നെ അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോ അവന്തിക പറയുകയാണ്, നിൽക്ക്. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാണിക്കുകയാണ് അവന്തികയ്ക്ക് നേരെ. ഇത് കാണുന്ന അവന്തിക പേടിയോടെ അർച്ചന പറഞ്ഞ വാക്കുകളെല്ലാം ഓർക്കുകയാണ്. തുടർന്ന് അർച്ചന കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അർച്ചനയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. അല്ല, എന്താടി, നിന്നെ വൃന്ദാവനത്തിൽ നിന്നും ഇറക്കി വിട്ടോ എന്ന് അവന്തിക പരിഹാസത്തോടെ ചോദിക്കുന്നു. എന്താ ഏട്ടത്തി, എന്നെ കണ്ടിട്ട് പേടിച്ചു പോയോ എന്ന് അർച്ചന ചോദിക്കുമ്പോ പേടിക്കാതെ, പിന്നെ ഇറങ്ങിപ്പോയ ദോഷങ്ങളെല്ലാം തിരികെ വന്നിരിക്കുകയാണല്ലോ. എങ്കിലേ ഏട്ടത്തി കൂടുതൽ പേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന നേരെ സേതുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അച്ഛാ, ഞങ്ങളുടെ ഒപ്പം ഒരാൾ വന്നിട്ടുണ്ട്. അച്ഛനെ കണ്ട് ചിലതെല്ലാം പറയാനായിട്ടാ അയാൾ വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് അച്ഛൻ സമാധാനത്തോടെ കേൾക്കണമെന്ന് അർച്ചന പറയുമ്പോ ആര് പറയുന്നതാ ഞാൻ കേൾക്കേണ്ടതെന്ന് സേതു ചോദിക്കുന്നു. അതേസമയം സച്ചി ശിവരാമനെയും കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. ശിവരാമനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ശിവരാമനെ കണ്ട് അമ്പരപ്പോടെ നിൽക്കുന്ന സേതുമാധവനെയും അതേസമയം ഭയത്തോടെ നിൽക്കുന്ന അവന്തികയുമാണ് കാണിക്കുന്നത്. എന്താ ഏട്ടത്തി, ഇപ്പം ശരിക്കും പേടിച്ചോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അച്ഛാ, ഈ അർച്ചന വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഏട്ടത്തി, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി തന്നെയാ അർച്ചന ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് സച്ചി പറയുമ്പോ അർച്ചന പറയുകയാണ്,
അച്ഛൻ മാത്രമല്ല എല്ലാവരും കേൾക്കണം ശിവരാമേട്ടന് എന്താ പറയാനുള്ളതെന്ന്. തുടർന്ന് സച്ചി ശിവരാമനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനായി ആവശ്യപ്പെടുകയാണ്. ഇന്ന് തന്നെ നെല്ലിശ്ശേരിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.